വിദ്യാർത്ഥികളെ, എ പീസ് ഓഫ് സ്ട്രിംഗ് എന്ന കഥ ഗൈഡി മൗപ്പസാങ് എഴുതിയ ഒരു വിഖ്യാത ചെറുകഥയാണ്. ഒരു ചെറിയ കാര്യത്തെ ചൊല്ലിയുണ്ടായ കളങ്കം ഒരു മനുഷ്യനെ എങ്ങനെ മാനസികമായി തകർക്കുന്നു എന്നതാണ് ഈ കഥയുടെ ഇതിവൃത്തം. സംഗ്രഹം: 1. ചരടിന്റെ കഷ്ണം. കഥ നടക്കുന്നത് നോർമണ്ടിയിലെ ഗോദർവില്ലെ എന്ന ഗ്രാമത്തിലാണ്. അങ്ങാടി ദിവസമായതുകൊണ്ട് കർഷകരും മറ്റും അങ്ങാടിയിലേക്ക് പോകുകയായിരുന്നു. അതിലൊരാളാണ് ഹൗഷിഗോൺ എന്ന കർഷകൻ. അങ്ങാടിയിലേക്ക് പോകുന്ന വഴിയിൽ നിലത്ത് കിടന്ന ഒരു ചെറിയ ചരടിന്റെ കഷ്ണം, എ പീസ് ഓഫ് സ്ട്രിംഗ്, അയാൾ കുനിഞ്ഞെടുത്ത് കീശയിലിട്ടു. അതൊരു ഉപകാരപ്രദമായ വസ്തുവാണെന്ന് അയാൾ കരുതി. എന്നാൽ അയാളുടെ ശത്രുവായിരുന്ന മാലാൻഡെയ്ൻ എന്ന ചെരുപ്പുകുത്തി ഇത് കാണുകയും സംശയത്തോടെ അയാളെ നോക്കുകയും ചെയ്തു. 2. പേഴ്സ് നഷ്ടപ്പെട്ട സംഭവം. അങ്ങാടിയിലെ ഭക്ഷണശാലയിൽ ഇടിക്കുമ്പോൾ പട്ടണത്തിലെ അറിയിപ്പുകാരൻ ഒരു ഡ്രം അടിച്ച് ഒരു പ്രധാന അറിയിപ്പു നൽകി. മിസ്റ്റർ ഹൂബ്രണ്ട് എന്നയാൾക്ക് 500 ഫ്രാങ്ക് അടങ്ങിയ ഒരു തുകൽ പക്കറ്റ് ബുക്ക് നഷ്ടപ്പെട്ടുവെന്നും അത് കണ്ടെത്തി നൽകുന്നവർക്ക് 20 ഫ്രാങ്ക് പാരിതോഷികം നൽകുമെന്നുമായിരുന്നു ആ പ്രഖ്യാപനം. 3. ആരോപണം. കുറച്ചു സമയത്തിനു ശേഷം മേയർ ആളെ അയച്ച് ഹൗഷിഗോണിനെ വിളിപ്പിച്ചു. മാലാൻഡെയ്ൻ കണ്ടതായി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഹൗഷിഗോൺ ആ പേഴ്സ് മോഷ്ടിച്ചു എന്നതായിരുന്നു മേയറുടെ ചോദ്യം. ഹൗഷിഗോൺ താൻ ചരടിന്റെ കഷ്ണമാണ് എടുത്തതെന്നും പേഴ്സിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും സത്യം ചെയ്തു പറഞ്ഞു. എന്നാൽ മേയറും ഗ്രാമവാസികളും അയാളെ വിശ്വസിച്ചില്ല. അയാൾക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ല. 2. പേഴ്സ് തിരികെ ലഭിക്കുന്ന സംഭവം. അടുത്ത ദിവസം മറ്റൊരു കർഷകനായ മാൻ ഡ്യൂറെ നഷ്ടപ്പെട്ട പേഴ്സ് കണ്ടെത്തി ഹൂബ്രണ്ടിന് കൈമാറിയതായി വാർത്തയെത്തി. പേഴ്സ് നിലത്ത് കിടക്കുന്നത് താൻ കണ്ടെന്നും ഉടമസ്ഥന് തിരികെ നൽകിയെന്നും അയാൾ പറഞ്ഞു. ഇതോടെ ഹൗഷിഗോൺ കുറ്റവിമുക്തനായി. 5. കളങ്കം മാറാതിരിക്കുന്നു. പേഴ്സ് തിരികെ ലഭിച്ചെങ്കിലും ഹൗഷിഗോണിന് സമാധാനം കിട്ടിയില്ല. താൻ മോഷ്ടിച്ച പേഴ്സ് ഭയം കാരണം മറ്റൊരാളെ ഉപയോഗിച്ച് ഉപേക്ഷിച്ചതാണെന്ന് ഗ്രാമത്തിലെ ആളുകൾ കഥകളുണ്ടാക്കി. ഹൗഷിഗോൺ വീണ്ടും വീണ്ടും താൻ നിരപരാധിയാണെന്ന് എല്ലാവരോടും പറയാൻ ശ്രമിച്ചു. 6. മാനസിക തകർച്ചയും മരണം. നിരന്തരമായ പരിഹാസവും സംശയവും കാരണം ഹൗഷിഗോൺ തകർന്നുപോയി. അയാൾ എവിടെ പോയാലും ആളുകൾ അയാളെ കളിയാക്കി. തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ അയാൾ ആവർത്തിച്ച് ശ്രമിച്ചെങ്കിലും ആരും അയാളെ വിശ്വസിച്ചില്ല. ഈ മാനസിക സമ്മർദ്ദം അയാളുടെ ആരോഗ്യത്തെ ബാധിച്ചു. ഒടുവിൽ രോഗിയായി കിടന്നുകൊണ്ട് അയാൾ അവസാനമായി മന്ത്രിച്ചത് ആ ചരടിന്റെ കഷ്ണം, വെറുമൊരു ചരടിന്റെ കഷ്ണം, ഇതാ ഇവിടെ എന്നു മാത്രമായിരുന്നു. കളങ്കിതനായ ഒരു കള്ളനായി മുദ്ര കുത്തപ്പെട്ടതിലുള്ള വേദനയിൽ അയാൾ മരണത്തിന് കീഴടങ്ങി. ഒരു ചെറിയ നുണയും സംശയവും ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ തകർത്തെറിയുമെന്ന് ഈ കഥ വരച്ചു കാട്ടുന്നു. കഥയുടെ ചുരുക്കം മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി.